ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി പത്മക്ക് വലിയ ദേഷ്യമാവുകയാണ് കേട്ടോ. കാരണം നന്ദിനിയുടെ സാരിയാണ് സൂര്യ ചുറ്റിയിരിക്കുന്നത് കേട്ടോ. അതും കൂടി ആകുമ്പോൾ പത്മ ദേഷ്യത്തോടു കൂടി പോവുകയാണ്. അപ്പോൾ ഇത് വരാനിരിക്കുന്ന കഥകളാണ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന കഥകളൊക്കെ കേൾക്കാം കേട്ടോ. ഇതുപോലെ തന്നെയാണ് മലയാളത്തിലും വരുന്നത്. അങ്ങനെ നന്ദിനിയുടെ സാരി ചുറ്റിയത് പത്മ അങ്ങനെ ദേഷ്യത്തോടു കൂടി വണ്ടിയിൽ ഇരുന്നിട്ട് പറയുകയാണ് ഓഫീസിലോട്ട് പോകുമ്പോൾ, അവനെ ആ തോട്ടക്കാരി പെണ്ണിൻ്റെ സാരിയാണ് എടുത്തിരിക്കുന്നത്. നാണും മാനവും ഒത്തിരി ഇല്ലാത്തവൻ എന്ത് ചെയ്യാനാണ്, നമ്മുടെ മകനാണെന്ന് പറയാൻ എനിക്ക് അറപ്പും വെറുപ്പാണ് ഇപ്പോൾ അവന് തോന്നുന്നത്. എന്ത് നാണം മാനം ഇല്ലാത്തതാണ്. അപ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ പറയാണ്, പത്മേ നിനക്കാണ് അവൾ തോട്ടക്കാരിയായി തോന്നിയിട്ടുള്ളൂ. അവളെ താലി കെട്ടിയവനാണ് രജിസ്റ്റർ ആയിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും അഗ്നിസാക്ഷിയായി തന്നെ എല്ലാവർക്കും മുന്നിൽ കതിർമണ്ഡപത്തിൽ വെച്ചും അതിനുശേഷം സുമംഗലി പൂജയിലും പല ഭാഗങ്ങളിലും വെച്ച് അവൻ വീണ്ടും വീണ്ടും താലികെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെപ്പോലെ ഒരു താലികെട്ട് മാത്രമല്ല സൂര്യനന്ദിനിയിൽ ചെയ്യുന്നത്, എത്രാമത്തെ താലികെട്ടാണ് നടത്തുന്നത് എന്ന സത്യം ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ പത്മക്ക് ദേഷ്യം പിടിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും അവനെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ. ഇനിയിപ്പോൾ CEO പോസ്റ്റ് കൊടുത്തിരിക്കുന്നു. അവളുടെ ഒരു കുക്കർ സംരംഭം എന്ന് പറയുന്നത് എത്രത്തോളം വിജയിക്കും നമുക്ക് കണ്ടറിയാം. ഇനി അവൾ ആ CEO പോസ്റ്റിലോട്ട് ഇനി വരാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മാനക്കേടിനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം നന്ദിനിയാണെങ്കിലോ ഈ ഒരു ബോർഡ് മീറ്റിങ്ങിന് പോകാനും നന്ദിനിക്ക് താല്പര്യപ്പെടുന്നില്ല. നന്ദിനി ഭയങ്കര ടെൻഷനിലാണ്. അപ്പോൾ നന്ദിനി ഡ്രസ്സൊക്കെ മാറ്റി ഓഫീസിലോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ രാജ പറയണേ, എന്തിനാ ഓഫീസിലോട്ട് പോകാൻ ഇഷ്ടപ്പെടാത്തത്? നിനക്ക് ഇത്രയും വലിയൊരു പോസ്റ്റ് സൂര്യ സാർ തരുമ്പോൾ അത് എത്രത്തോളം ഉപയോഗം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഉപയോഗം ചെയ്യലേ വേണ്ടത്. നീ ഇങ്ങനെ പാവമായതുകൊണ്ടാണ് നന്ദിനി നിന്നെ എല്ലാവരും ഇങ്ങനെ പുച്ഛിക്കുന്നത്. പാവം എന്നുള്ളത് മാറ്റി നീ കുറച്ച് ഗൗരവക്കാരിയായി മാറ്, അതാണ് വേണ്ടത്. എന്നെക്കൊണ്ടൊന്നും കഴിയില്ല. ഞാൻ ആ കമ്പനിയിൽ പോയിട്ട് ഇനിയിപ്പോൾ എന്താ അവിടെ ഉണ്ടാവാൻ പോകുന്ന ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനാവുന്നു. എന്തുണ്ടാവാനും നിന്നെ സംരക്ഷിക്കാൻ സൂര്യ സാറില്ലേ, പിന്നെ എന്താ നന്ദിനി മോളെ നിൻ്റെ പ്രശ്നം? എന്നാലും അങ്ങനെയല്ല. അവിടെ ഒരു ഭാഗത്ത് പത്മ മേഡവും അതുപോലെ തന്നെ മറുഭാഗത്ത് ഞാനാണ് ഇരിക്കുന്നത്. മറ്റുള്ള ഓഫീസേഴ്സും അവരുടെയൊക്കെ മുന്നിൽ ഞാൻ എന്ത് പറയേണ്ടി വരുന്നു പോലും എനിക്കറിയില്ല. എന്നെ എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തുകയായിരിക്കും പത്മ മേഡം ചെയ്യുന്നത്. എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയണ്ടേട്ടോ. ആ സമയം എന്ന് വെച്ചിട്ട് നീ തോറ്റു പിന്മാറണമെന്നാണ് നീ പറയുന്നത്? നീ തോറ്റു പിന്മാറാനുള്ള പരിപാടിയാണ്. അതിനൊന്നും ഒരിക്കലും ഞാൻ സമ്മതിക്കില്ലെന്ന്. അതിന് ഞാനൊരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞേക്കാം, നീ കുറച്ച് ഉഷാറാവണം എന്നിങ്ങനെ രാജു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് സൂര്യ വരുന്നത് കേട്ടോ. അപ്പോൾ സൂര്യ വരുമ്പോൾ എന്താ നന്ദിനി നീ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ അത് കേട്ടോടെ തന്നെ നന്ദിനി പറയണേ, എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട്, ഞാനില്ല എന്ന് പറയണേ. നന്ദിനി വെറുതെ നീ എന്നെ ചൂട് പിടിപ്പിക്കരുത് കേട്ടോ, എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത് നിൻ്റെ ഈ സംസാരം നിർത്തുന്നുണ്ടോ? നീ എൻ്റെ കൂടെ ഞാൻ വാ. അപ്പോൾ അത് കേട്ടോടെ തന്നെ നന്ദിനി പറയില്ല, ഞാൻ വരത്തില്ല, അത് പറയാൻ പറ്റത്തില്ല. CEO ആണ് ഞാൻ കമ്പനിയുടെ, ഞാൻ CEO ആയിട്ട് എനിക്ക് എന്താ അറിയാം, അതൊക്കെ നിൻ്റെ തോന്നലാണ്. ഇത്രയും വലിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് നീയാണ് നന്ദിനി. നീ തന്നെ നിന്നെങ്ങനെ താഴ്ത്തി കളയല്ലേ, നീ വന്നേന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ കൈകൾ പിടിച്ചിട്ട് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ സൂര്യ സാറിന് എനിക്ക് നല്ല പേടിയുണ്ട്, അതിനുള്ള ശക്തിയൊക്കെ ഞാൻ വണ്ടിയിൽ ഇരുന്ന് തരാമെന്ന് പറയണേ. ഇതേ സമയം ബോർഡ് മീറ്റിങ്ങിന് ഈ പറയുന്ന യതീന്ദ്രനും പത്മയൊക്കെ അവിടെ എത്തിയിരിക്കുകയാണ്. ബോർഡ് മീറ്റിങ്ങിൻ്റെ സമയമായി. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുകയാണ് CEO വന്നിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഈ സമയം പത്മ പറയണേ, ഒരു കമ്പനിയിൽ ഒരു ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് സമയത്ത് എത്തണമെന്ന് സിഒക്ക് അറിയില്ലെങ്കിൽ CEO തട്ടിവിടുക, അതാണ് വേണ്ട. അല്ല, CEO കൊണ്ടുവന്ന സംരംഭമല്ലേ, അപ്പോൾ CEO വേണ്ടേ എന്നൊക്കെ എനിക്ക് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനിയാണല്ലോ വരാൻ പോകുന്നത്. അതുകൊണ്ട് പത്മ വേഗം മീറ്റിംഗ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോഴേക്കും സൂര്യ നന്ദിനിയെയും കൊണ്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദിനി എത്തിയിരിക്കുന്നു, കുറച്ച് ലേറ്റായി എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ എത്തിയെന്ന് പറയണേ. അപ്പം നന്ദിനി ഇവിടെ ഇരിക്കുകയെന്ന് പറയട്ടെ. അങ്ങനെ നന്ദിനി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നന്ദിനിക്ക് പേടിയുണ്ട്, പത്മയുടെ മുന്നിൽ തൊട്ടരികിലാണ് ഇരിക്കുന്നത്. പക്ഷെ നന്ദിനിക്ക് പേടിയുണ്ട്. അപ്പോൾ സൂര്യ പിടിച്ചിരുത്താണ്. അപ്പോൾ ഉടൻ തന്നെ പത്മ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പല്ലെറുക്കുകയാണ്. അങ്ങനെ ഈ സമയം പത്മ പിന്നീട് എടുക്കുന്നത് വലിയ ക്രൂരതയുള്ള ഒരു പ്രവൃത്തിയാണ് കേട്ടോ. പത്മ പറയണേ, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം എന്തിനാണിപ്പോൾ ഈ കമ്പനിയിൽ ബോർഡ് മീറ്റിങ്ങിന് ആവശ്യമില്ലാത്ത ആളുകൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്? അത് കേൾക്കുന്ന യതീന്ദ്രൻ, ഇവിടെ ആരാ ആവശ്യമില്ലാത്തത്? ഇതെൻ്റെ മകനാണ്. പക്ഷെ മകൻ അമ്മ എന്നുള്ള ബന്ധമൊന്നും കമ്പനിയിലില്ല. ഇവന് CEO അല്ല, ഇവനാണ് CEO ആയിരുന്നത്. അപ്പോൾ ഇവൻ CEO അല്ലെങ്കിൽ ഇവൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇവന് പോയിക്കോട്ടെ, ഇവൻ പുറത്ത് പോട്ടെ. മീറ്റിങ്ങിൽ നമ്മൾ നടത്തുന്ന ചർച്ചയിൽ ഇവൻ നിൽക്കാൻ പാടില്ലെന്ന് പറയട്ടോ. അത് കേട്ടോടെ തന്നെ സൂര്യ പറയണേ, എന്താ നിങ്ങൾ പറഞ്ഞത്? അതെ, നിൽക്കാൻ പാടില്ല. കമ്പനിയിൽ അമ്മ അച്ഛൻ അതുപോലെ മകൻ എന്നുള്ള ബന്ധമൊന്നുമില്ല. ആരൊക്കെയാണ് കമ്പനിയുടെ പങ്കാളികൾ അവർ കമ്പനിയിൽ മീറ്റിങ്ങിൽ അങ്ങ് പങ്കെടുക്കാൻ പോവുക. അങ്ങനെ നന്ദിനി പിന്നീട് പെട്ടുപോവാണ്. അപ്പോൾ ഈ സമയം സൂര്യ ശരി ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞ്
പറഞ്ഞ് സൂര്യ പുറത്ത് നിൽക്കണം കേട്ടോ. പിന്നെ ഇതാണെങ്കിലോ പത്മ അങ്ങ് പറഞ്ഞു തുടങ്ങുന്നത് ഒരു ഇംഗ്ലീഷിലാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് നന്ദിനി ആകെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ചർച്ച ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ കുക്കറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മുടെ CEO ഇങ്ങനെ ഇപ്പോൾ നല്ലൊരു സംരംഭമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ കളിയാക്കിയും കൊണ്ട് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ ഇവരോട് തന്നെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് നോക്ക്. CEO പറയുമെന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ അവിടെ പറയാൻ ഒരുങ്ങാണ്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, അതെ ഇതൊരു മീറ്റിംഗ് ആണ്, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുക, ഇതിനിടയിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സംസാരം പറയില്ലെന്ന് പറയട്ടെ. യതീന്ദ്രൻ മലയാളത്തിൽ പറയണേ, നന്ദിനി എന്നോട് അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞിങ്ങനെ പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ നന്ദിനി എന്താ ഇവർ പറഞ്ഞ ഇംഗ്ലീഷ് എന്നറിയാതെ ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം വീണ്ടും അയാൾ ചോദിക്കുകയാണ്. അപ്പോഴും നന്ദിനി ഉത്തരം പറയുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ പത്മ കളിയാക്കിയും കൊണ്ട് പറയാം, അയ്യോ ഞാനൊരു കാര്യം മറന്നുപോയി, നമ്മുടെ ഈ ഇരിക്കുന്ന CEOക്ക് മലയാളമേ അറിയത്തുള്ളൂ, ഇംഗ്ലീഷ് എന്ന വാചകം കേട്ടല്ലേ ഇവരിങ്ങനെ പേടിക്കും, ഇവർക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന് പറയട്ടോ. അങ്ങനെ എല്ലാവരും അയ്യേ മറുപടി ഇംഗ്ലീഷിൽ പറയാനും ഞങ്ങൾ പറഞ്ഞതൊന്നും മനസ്സിലാവാത്ത ഒരു CEO എന്ന് പറയട്ടോ. അവിടെ ഇരിക്കുന്ന എല്ലാവരും കളിയാക്കുകയാണ് കേട്ടോ. അതോടുകൂടി യതീന്ദ്രൻ നന്ദിനി എന്ന് പറയുമ്പോൾ നന്ദിനിയുടെ കണ്ണിൽ നിന്നും തുറതുറ വെള്ളം വീഴുകയാണ്. കാരണം നന്ദിനിക്ക് അത്രയും അപമാനമല്ലേ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നന്ദിനി പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ സമയം സൂര്യ കരഞ്ഞു വരുന്നത് കാണുമ്പോൾ, എന്തിനാ നന്ദിനി നീ കരയുന്നത്? എടാ, നിൻ്റെ ഭാര്യയെ നീ CEO ആക്കുമ്പോൾ അവൾക്ക് എന്തെല്ലാം കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരുമെന്ന് നീ മനസ്സിലാക്കണം. അവിടെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അത് പറഞ്ഞിട്ട് എല്ലാവരും അവളെ അവിടെ കളിയാക്കി. അതിന് നീ തരണം ചെയ്ത് കൊണ്ടുവരണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ, ഓ എൻ്റെ ഭാര്യയെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വയ്യാത്തിന് അവിടെ കളിയാക്കി ഇരിക്കാതെ നിൻ്റെ അമ്മ ഇംഗ്ലീഷിലാണ് എല്ലാം പറഞ്ഞത്, അതുകൊണ്ട് അവർ തിരിച്ച് ഇംഗ്ലീഷിലാണ് നന്ദിനിയോട് ചോദിച്ചത്, പിന്നീട് നിൻ്റെ അമ്മ തന്നെ അത് പറഞ്ഞു എന്ന് പറയാം കേട്ടോ. ഇതേ സമയം നന്ദിനിയെ ആ ഒരു ബോർഡ് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തോട്ട് വലിച്ചു കൊണ്ടുപോകണം. എന്നിട്ട് അവരോട് ചോദിക്കാണ്, എന്നാ സായിപ്പന്മാരെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിഞ്ഞത്? അതൊന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിൽ നിങ്ങളുടെ അമ്മയും അച്ഛനും ഭൂമിയിലോട്ട് ഇങ്ങ് പിറത്തി വിടുമ്പോൾ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടാണ് അറിയത്? സത്യം പറയാൻ ചെയ്യും, നിങ്ങളുടെ അമ്മ സംസാരിക്കുന്ന ഈ മലയാളം പോലും നിങ്ങൾക്ക് നല്ലപോലെ സംസാരിക്കാൻ അറിയോ? ഇതിൽ എത്ര എണ്ണത്തിന് നേരാ വേണം മലയാളം പറയാൻ അറിയോ? അതൊന്ന് പറഞ്ഞ്. നിങ്ങളൊരു സായിപ്പന്മാർ ഇംഗ്ലീഷിലല്ല ഭൂമിയിലോട്ട് ജനിച്ചു വീണിരിക്കുന്നത്. ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് ഓരോന്നും പഠിച്ചെടുക്കുന്നതാണ്. ഇതൊരു നാട്ടുമ്പുറത്ത് ജനിച്ച സ്ത്രീയാണ് എൻ്റെ ഭാര്യ, ഇവൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പുച്ഛിക്കുകയാണോ വേണ്ടത്? നമ്മുടെ ഭാഷ ഏതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഭാഷയിലനുസരിച്ച് വേണം സംസാരിക്കാൻ. പിന്നെ കുറച്ച് സ്റ്റൈലും ഗെറ്റപ്പൊക്കെ വെഴുത്താൻ കുറച്ച് ഇംഗ്ലീഷ് പറയുന്നു എന്ന് മാത്രം. ഞാൻ ഇംഗ്ലീഷിനെ കുറ്റം പറഞ്ഞതല്ല, അതിന് ഞാൻ കുറ്റമായി പറയുന്നില്ല. പക്ഷെ എല്ലാ വ്യക്തികളും ഒരുപോലെ ആവുമെന്ന് ചിന്തിക്കണ്ട. ഈ കമ്പനി നഷ്ടത്തിലോട്ട് പോയിരിക്കുന്ന കമ്പനിയിലോട്ട് ഇത്രയും വലിയ പുതിയ സംരംഭം കൊണ്ടുവരാമെന്ന് പറഞ്ഞത് ആരാ? നന്ദിനിയല്ലേ? നന്ദിനിയുടെ ഐഡിയകളല്ലേ? അതൊക്കെ നിങ്ങൾ പുച്ഛിക്കുന്നു. അതിനെ പുച്ഛിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. അപ്പം നിങ്ങളെല്ലാവരും വലിയ കയ്യടി അങ്ങ് കൊടുത്തു. കാരണം നിങ്ങൾക്കും മാസം ശമ്പളം കിട്ടണമെങ്കിൽ ഈ കമ്പനി നിലനിന്ന് പോകണം. അതിനുവേണ്ടിയല്ലേ നിങ്ങളത് ചെയ്തത്. ഇപ്പോൾ എന്താ നന്ദിനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് പുച്ഛിക്കാൻ നിങ്ങൾക്കിതിന് മാത്രം എന്ത് മലയാളമാണ് സംസാരിക്കാൻ അറിയുന്നത്? നേരാവണ്ണം നന്ദിനി ഒരു നല്ല മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയോ? ഇവളെ ഒരു കമ്പനിയുടെ CEO ആണ്, ഇംഗ്ലീഷ് സംസാരിക്കാനേ ഇവൾക്ക് കഴിയാത്തുള്ളൂ. പക്ഷേ ഇവളൊരു 10 ഏക്കർ ഭൂമിയിൽ എത്ര നെല്ല് വിതക്കണം, എത്ര തെങ്ങ് ഇടണം, എത്ര കഴുങ്ങ് വെക്കണം എന്നിവളോട് ചോദിച്ചു നോക്ക്. നിങ്ങളെല്ലാവരും അവിടുത്തെ പണിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പോലും പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ കമ്പനി കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കതിനൊക്കെ മറുപടി പറയാൻ കഴിയുമോ? എന്നാൽ ഇവൾക്ക് കഴിയും, ഈ നന്ദിനിക്ക് കഴിയും. ആയിരക്കണക്കിനാണെങ്കിലും ലക്ഷക്കണക്കിനാണെങ്കിലും ഇവൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഇവൾക്ക് കഴിയും. ഇവൾക്ക് ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട്. ഇവൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റേ ഇല്ലാത്തുള്ളൂ, അതും ഞാൻ നേടിയെടുക്കും. നിങ്ങൾക്ക് മുന്നിൽ ഈ സായിപ്പിൻ്റെ ഇംഗ്ലീഷേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ ഡിഗ്രി പഠിച്ച് സർട്ടിഫിക്കറ്റ് ഇവിടെ മുന്നിൽ കൊണ്ടുവരും ഞാൻ. ഇനി നിങ്ങൾ പുച്ഛിക്കില്ല എന്ന് പറഞ്ഞ നന്ദിനി അവിടെ നിന്നും സൂര്യ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ നന്ദിനിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടു കൂടി പറഞ്ഞവർക്കൊക്കെ പറയണ്ട എന്നായി. അപ്പോൾ പത്മ പറയണേ, അവൻ എന്തെങ്കിലും പുലമ്പിയിട്ട് പോട്ടെ, നിങ്ങളത് വിഷയമാക്കണ്ട, നമുക്ക് കാര്യത്തിലോട്ട് വരാമെന്ന് പറഞ്ഞ് പത്മ പുച്ഛിച്ചും കൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ. എന്നാൽ കാറിൽ കയറിയ നന്ദിനി വലിയ സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. നന്ദിനിയുടെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകയാണ്. അപ്പോൾ സൂര്യ പറയണേ, നന്ദിനി ഇതൊന്നും നീ ഇത്ര കാര്യമാക്കണ്ട, ഇതൊക്കെ നിസ്സാരമാണ്, ഇതിനൊക്കെ പ്രതിവിധി ഉണ്ട്, നന്ദിനി നീ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയുമെങ്കിലും തനിക്ക് വന്ന ആ അപമാനമുണ്ടല്ലോ, സൂര്യയെ പുറത്താക്കി പത്മ തന്നെ അപമാനിച്ച ആ അപമാനമുണ്ടല്ലോ, തൻ്റെ ഉള്ളിൽ നിന്ന് പോവാത്തൊരു വേദന തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ ഇനി അടിപൊളി എപ്പിസോഡാണ്. അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ.